കൊട്ടാരത്തിൽ നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു. ഞാൻ നാളെ വണ്ടിയിൽ പോകുമ്പോ വാങ്ങിക്കാം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല. ഭയങ്കര നടുവേദനയും പനിയും. അല്ല, നമ്മുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. താനെന്താ പോലീസിലായിരുന്നോ? ഏയ് അല്ല. അപ്പൊ പിന്നെ കള്ളനായിരുന്നോ? അയ്യോ ഇല്ല. പിന്നെങ്ങനെയാ സാറിനെ പരിചയം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ദേ ഒരു കാർ വരുന്നു. നല്ല പുള്ളികളാ. രാത്രി നേരെ ഇങ്ങ് പോന്നല്ലേ? ബാവൂട്ടൻ വല്ലാതെ ടയർഡായി. എങ്കിൽ രാവിലെയെങ്കിലും വരായിരുന്നില്ലേ? ബാവൂട്ടിനെ ഒറ്റയ്ക്കാക്കിട്ടോ. സുമേ നീ വന്നേ. നീ അങ്ങ് വലിയ പെണ്ണായി പോയല്ലോ. കെട്ടിക്കാറായി. അല്ല, ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേനെ. ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ നേരം പാതിരായി. അകത്തോട്ട് പോ. അല്ല, ഇവനേതാ? നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന കണാരിനൊരു സഹായത്തിന് വരൂ. അല്ല, ഇയാളേതാ? ആ ഹൗ ഡു യു ഫീൽ? ഫൈൻ അല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭേദമാവും. നല്ലൊരു ഡോക്ടറാണ് കൊടൈക്കനാൽ ഏത് രോഗത്തിനും. ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം. ബാവുവിന് സുഖമായിട്ട് മതി. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ബുദ്ധിക്കും ശരീരത്തിനും ആ കേട് അല്ലേ? എന്തൊക്കെയായി പറയുന്നത്? അതിനെല്ലാം മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാപ്പി എടുത്ത് വെച്ചു. അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം. ഞാനിപ്പോ വരാം. കുട്ടികളല്ലേ? ഇവിടെ ഒരു ടീച്ചറാവണമെന്ന് തോന്നുന്നുണ്ടോ ശ്രീദേവിക്ക്? തമാശയായിട്ട് എടുക്കണ്ട, ഒരു ചേഞ്ചിന് നല്ലതാ. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാമല്ലോ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? മോളെ, ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി നടന്നു കാണിക്ക്. എനിക്ക് ഇത്തിരി പണിയുണ്ട്. രണ്ടുമൂന്ന് പേരൻസ് വന്നിട്ടുണ്ട്. സതിവാ. ചേച്ചി വാ. എല്ലാ സമയാസമയത്ത് ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. സാറിന് വിശക്കുന്നോ? കുടിക്കാൻ എന്തെങ്കിലും? പാല് വേണോ അതോ ഹോർലിക്സ് വേണോ? പിന്നെ അയ്യോ, വിസ്കിയാ? ഞാനില്ല, കൊച്ചൻ പറഞ്ഞ എന്നെ കൊല്ലും. കാണാറായിട്ടാ. പക്ഷെ വിസ്കിക്ക് ഇപ്പൊ എവിടെ പോവും? മുറി കുറച്ച് പട്ട ഇരിപ്പുണ്ട്, അത് മതിയാ. ഭഗവാനെ, കിടപ്പാടില്ലാതാവോ? ശ്രീദേവി, നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അത്ഭുതം സംഭവിക്കണം. ലെറ്റ് us hope for a miracle. മിറക്കിളും സംഭവിച്ച് അവൻ രക്ഷപ്പെട്ടു വരുമ്പോ അത് അനുഭവിക്കാനുള്ള പ്രായം
നിനക്ക് കടന്നുപോകും. നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം. നീയും മറക്കും, ഞാനും മറക്കും. ഇനി അതുമല്ല, ഒരാൾക്കൊരാളെ പോരാ എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കും. നോ സെന്റിമെന്റ്സ്. ഈ മുറച്ചിറക്കം നിനക്ക് വേണ്ടി ഇത് കൂടുതൽ എന്ത് ചെയ്യണം? ശ്രീദേവി, ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം, വെറും സൂഡോ പാതിവൃത്യം. വയസ്സ് 10-45 മോളെ. ഒരുപാട് പെൺപിള്ളേരെയും കണ്ടു. മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ളൊരു അക്കാഡമിക് ഡിഗ്രിയും ഉണ്ട്. ആകെ തളർന്ന് സെക്ഷലി ഇമ്പോർട്ടന്റ് ആയ ഒരു ഭർത്താവ്, അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാഘവൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ്. കണ്ടോണ്ടിരിക്കാമല്ലോ. കണ്ടാൽ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ. आहा झुम झुम प्यारे प्यारे मेरे मीत लिए, रात सुहाना तेरे मेरे लिए, नींद मेरे सुनो तेरा हवा कोई सुंदर मीठी मीठी भूले जाए सपनों का। आहा झुम झुम प्यारे प्यारे मेरे मीत लिए, आहा हा 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 हा। സാറ് പറഞ്ഞിട്ടാ ബിസ്കി കിട്ടിയില്ല, അതുകൊണ്ടാ ചായ. മേലിവിടെ കണ്ടുപോരുത്. Get out. Get out. കണാരാ, എന്താ എന്ത് പറ്റി? കണാരാ, ഞാൻ വരുന്നേ. എന്താ നാളെ നേരം വിളിക്കുമ്പോ അവനിവിടെ കണ്ടുപോരുത്. സഹായിക്കാൻ നടക്കുന്നു. സുഖമില്ലാത്ത ചാരാൻ കൊടുത്താണോ സഹായിക്കുന്നത്? സുഖാവുന്നവരെ കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ടും അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ രാഘവൻ.
ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാ. കണ്ടോണ്ടിരിക്കാമല്ലോ. കണ്ടാ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ. നാളെ പോയാ മതിയടാ. എപ്പോ പോയാലെന്നാ? നീ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും. നിനക്ക് ആ കുഞ്ഞിനോട് വിഷമം ഒന്നും തോന്നരുത് കേട്ടോ രാഘവ. പാവം, കല്യാണം കഴിഞ്ഞ് 1 മാസമാ ഒന്നിച്ച് ജീവിച്ചത്. പിന്നെ കുറെ കാലം ആശുപത്രി. ഒരിക്കലും സുഖമാകാത്ത സുഖക്കേട്. ഇതുപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്തോളാൻ കുടുംബക്കാരൊക്കെ പറഞ്ഞതാ. കേട്ടില്ല. ആ വിധി. എനിക്കൊരു വിഷമവുമില്ല. കുറ്റം എന്റെ അല്ലേ. പാവം സാറ്. ഞാൻ ആ സ്വാമിയെ ഒന്ന് കാണിച്ചാലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യമില്ല. വലിയ വലിയ ഡോക്ടർമാർക്ക് കൈയൊഴിഞ്ഞ കേസാ. പോവുകയായി. വേണ്ട, നിങ്ങളിപ്പോ പോയാൽ അയാൾ ജയിച്ചതുപോലെ ആവും. ആരെ? ആരാ ഈ അയാള്? ആ